Like a Hellcat. ഹായ് ഫ്രണ്ട്സ്, ലിസമ്മാസ് ഫുഡ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീനച്ചാറാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു മീനച്ചാർ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ടിഫിൻ ബോക്സ് റെഡിയാക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1.5 കിലോ കേരയുടെ മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മീൻ എപ്പോഴും കഴുകുമ്പോൾ കുറച്ച് വിനാഗിരിയോ പുളിയോ ഒക്കെ ഇട്ട് കഴുകുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. അങ്ങനെ ഞാൻ കഴുകി അത്യാവശ്യം വലുപ്പത്തിൽ മീനെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2-2.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഒരു 2.25 സ്പൂണ് എരിയുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യുന്നതിന് മുൻപ്. അപ്പം നമുക്ക് കുറച്ച് മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്പം ആ മീനിന് കുറച്ച് ഉപ്പ് കാണും എങ്ങനെയായാലും നമ്മൾ കഴുകി കഴിഞ്ഞാലും. എന്നാലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇടുക. അവരവരുടെ ഉപ്പ് ചിലർക്ക് കൂടുതൽ വേണം, കുറവ് വേണം, അതൊക്കെ നോക്കി ചെയ്യുക. പക്ഷേ ഉപ്പൊക്കെ പാകത്തിനുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ അച്ചാർ കൂട്ടാനൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇനിയിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ മസാലയെല്ലാം എല്ലായിടത്തും നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. പിന്നെ വെള്ളമെല്ലാം തോർത്തി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു കിഴുത്തപാത്രത്തിൽ വല്ലതും ഈ മീൻ കഴുകി വെച്ചിട്ട് വേണം കുറേ നേരം വെക്കണം. ഒരു 10-15 മിനിറ്റോളം വെക്കണം. അപ്പോൾ അതിനകത്തെ മീനിലെ വെള്ളമെല്ലാം അങ്ങ് പോയി കിട്ടും. മസാലയെല്ലാം നല്ലതായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് കണ്ടോ. എല്ലായിടത്തും നല്ലതായിട്ട് മസാല എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണക്കാൻ വെക്കണം. ഞാനൊന്ന് തോർത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് വാർന്നെടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനകത്ത് എണ്ണ പിടിക്കത്തുമില്ല. കുറച്ച് നാളോടൊക്കെ ഒന്ന് ഇരിക്കുകയും ചെയ്യും. നമ്മൾ പച്ചയോട് വറുക്കുന്നതിനെക്കാട്ടിലും കുറച്ചൊന്ന് ഉണക്കി വെക്കുവാണെങ്കിൽ അത് നല്ലതായിട്ടൊന്ന് ഇരിക്കും. അപ്പം ഞാൻ വേണ്ട ഇതുപോലെ വലിയൊരു തട്ടം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മീനെല്ലാം ഒന്ന് നിരത്തിയിട്ട് കൊടുക്കുകയാണ്. അപ്പം നല്ല ഒരു വെയിലേ ഞാൻ കൊള്ളിക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് അങ്ങ് ഡീപ്പ് ഡ്രൈ ഒന്നും ആക്കുന്നില്ല. അപ്പം നല്ലതായിട്ട് നല്ല ഒരു വെയിൽ ഒന്ന് കൊള്ളിച്ചാൽ മതി. തിരിച്ചു മറിച്ച് ഒന്ന് ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 1-2 മണിക്കൂർ ഒന്ന് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേനും നല്ലതായിട്ടൊന്ന് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കിട്ടും. നമുക്ക് നല്ലതായിട്ടൊന്ന് നിരത്തി വെക്കാം. അപ്പം ഇങ്ങനെ നിരത്തി വെക്കുമ്പോൾ അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്ന് അങ്ങ് പോയി കിട്ടും. ഒരുപാട് അങ്ങ് ഉണക്കി കഴിഞ്ഞാൽ ആ മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് ഒരുപാട് ഞാൻ ഉണക്കുന്നില്ല. ജസ്റ്റ് അതിൻ്റെ വെള്ളം ഒന്ന് തോർത്തി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് മതി. ഇപ്പം പുറത്തൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ കുറേ നാൾ വെക്കണമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ടൊന്ന് ഉണക്കി എടുക്കുവാണെങ്കിൽ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഞാനിവിടെ ഒത്തിരി നാളൊന്നും വെക്കുന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഞാനങ്ങ് ഉണക്കുന്നുമില്ല. ഒരു 2-3 ദിവസം നമ്മൾ ഇങ്ങനെ ഉണക്കിയെടുക്കുവാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് ടിന്നിലോ നമുക്ക് കവറിലോ ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് വെച്ചിരുന്ന് സൂക്ഷിക്കാൻ പറ്റും. എല്ലാം നല്ലതായിട്ടൊന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെയിലത്തോട്ട് കൊണ്ടുവന്ന് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണം. കറിവേപ്പില വേണം, ഇഞ്ചി വെളുത്തുള്ളി വേണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഏറെ എടുത്തിട്ടുണ്ട്. ഒരു 4 കുടം വെളുത്തുള്ളി ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു 4-5 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കെല്ലാം ഇന്ന് അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ പിക്കിളിനകത്ത് കൂടുതൽ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഏറെ ചേർക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ കറിവേപ്പില അതും ആവശ്യത്തിന് എടുക്കുക. കറിവേപ്പിലയൊക്കെ ഇടുകയാണെങ്കിലും അത് ഒരുപാട് നല്ലതാണ്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പം ഇതാ നമ്മൾ മീനെ ഉണക്കിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് അതിൻ്റെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പം എല്ലാം തോർത്തി നല്ലതായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് വറുത്തെടുക്കണം. കാരണം ആ വെയിലത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നതല്ലേ. അപ്പം ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മണ്ടയിലോട്ട് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ. കറിവേപ്പില എത്ര ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള നല്ലൊരു ഉരുളിയോ ചീനിച്ചട്ടിയോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് നമുക്ക് വറക്കാനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ചൂടായി വന്നതിന് ശേഷം മാത്രമേ മീൻ ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ അത് പറ്റിപ്പിടിക്കും. നമുക്ക് ഒരെണ്ണം ഒന്ന് ഇട്ട് നോക്കാം. നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേലെ മിക്സ് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇളക്കി തിരിച്ചിട്ട് കൊടുക്കരുത്. ഒരു ഭാഗം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം മാത്രം, അതൊന്ന് ഫ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാവൂ, അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് ഒന്ന് പൊടിഞ്ഞു പോകും. അത് ഇപ്പോൾ ഒന്നായിട്ടുണ്ട്. നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ആദ്യത്തെ എടുക്കുമ്പോഴേ ഉള്ളൂ കുറച്ചൊരു പാട് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു കൂട്ടാൻ മതി നമുക്ക് ചോറുണ്ണാനേ. ഇപ്പം നമ്മുടെ ആദ്യത്തെ ഒരു ബാച്ചായിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. നല്ലതായിട്ടൊന്ന് മൂത്തിട്ടെടുക്കണം. നല്ലതായിട്ട് മൂക്കണമെങ്കിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ. വെള്ളമയം അതിനകത്തുണ്ടെങ്കിൽ കേടായി പോവും. നല്ലതായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കണം. അടുത്തതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂപ്പിച്ച് നമ്മൾ എടുക്കുക. അങ്ങനെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം. എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ കണ്ടോ, എടുത്തിപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ നമുക്ക് വെച്ച് കൊടുക്കണം. കുറച്ച് എണ്ണയും കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. പാത്രം ചൂടായതിനു ശേഷം ഒരു 1-2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിയുമ്പം കുറച്ച് കുഞ്ഞായിട്ട് അരിയാതെ കുറച്ച് നീളത്തിലൊന്ന് അരിയുവാണെങ്കിൽ കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. ആദ്യം ഇഞ്ചി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരല്പം ഉപ്പും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തു. ഒരു ലേശം മതി കേട്ടോ, മസാലയിലൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മീനിനകത്ത് ഇട്ടിട്ടുണ്ട് എങ്കിലും ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെയും വെള്ളമയം മൊത്തം മാറി നല്ലതായിട്ട് മൂത്ത് വരണം. അതുവരെ നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാം ഒരുപോലെ എങ്കിൽ മാത്രമേ നമുക്ക് മൂത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതെല്ലാം നല്ലതായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പൊടികളും കൂടെ ചേർക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഒരു 1-1.5 ഇടാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫിഷ് മസാല, ഒരു 2 സ്പൂണ് ഫിഷ് മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഈ മസാലയുടെ എല്ലാം മണം മാറി നല്ലതായിട്ടൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും മസാല എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സായിട്ട് നല്ലതായിട്ട് മൂത്ത് വരണം. നല്ല ആ സൗണ്ട് അങ്ങനെ മാറും. അന്നേരം കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാണ്ട് കരിയില പോലെ ആയിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് വറുത്ത് ഇങ്ങനെ നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ കുറേ നാൾ ഇരിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൂത്തു പോകും. ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും ഒക്കെ നല്ലതായിട്ട് വെള്ളമയം ഉണ്ടല്ലോ. ഇഞ്ചിയിലെയും വെളുത്തുള്ളിയുടെയും ഒക്കെ വെള്ളമയം നല്ലതായിട്ട് തന്നെ മാറുന്ന വരെ നമ്മൾ മൂപ്പിച്ച് എടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. വിനാഗിരി ഇച്ചിരി നല്ലതായിട്ട് ചേർത്ത് കൊടുക്കണം. അതും നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം
നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മീൻ ഫ്രൈയെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നുകൂടെ മൂപ്പിച്ചെടുത്തു. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തതിന് ശേഷം നല്ലതായിട്ട് യോജിപ്പിക്കണം കേട്ടോ. നല്ല വിനാഗിരിയും കൂടെ ഒഴിച്ചപ്പോഴത്തേന് നല്ലൊരു സ്മെല്ലാണ് മീനും ഇട്ട്. ഇനി ഈ മസാലയെല്ലാം നന്നായിട്ട് ഇളക്കി മീനേൽ യോജിപ്പിച്ചങ്ങ് എടുക്കണം. നല്ലതായിട്ട് ഇളക്കണം, മിക്സ് ചെയ്യണം, നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കായപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ എല്ലാ മീനിലും ഒരുപോലെ ആവത്തില്ല. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ അച്ചാർ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് മത്തിയോ ഈ നെത്തോലിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ. മീൻ അച്ചാർ ഇടാൻ ഒരുപാട് ടേസ്റ്റാണ്. അപ്പം മീനൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന സീസണിലൊക്കെ ഏത് മീനാണോ നന്നായിട്ട് കിട്ടുന്നത് അപ്പോൾ ആ മീനൊക്കെ നമുക്ക് അച്ചാറിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് പോയി നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബോട്ടിലേക്ക് എടുത്ത് മാറ്റാവൂ. അപ്പം ബോട്ടിൽ നല്ല വൃത്തിയായിരിക്കണം, നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം, വെള്ളം ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ബോട്ടിലേക്ക് എടുത്ത് വെക്കാവൂ. അപ്പം നമുക്ക് ബോട്ടിലേക്ക് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഒരുപാട് നാളിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മളത് ഉപയോഗിക്കുമ്പോഴും നനഞ്ഞ സ്പൂണൊന്നും ഇട്ട് നമ്മളിത് എടുക്കരുത്. അപ്പോൾ ഉണങ്ങിയ സ്പൂൺ കൊണ്ട് തന്നെ അത് എടുക്കാൻ നോക്കുക. അച്ചാറുകളെല്ലാം അങ്ങനെ തന്നെ നമ്മൾ എടുക്കാവൂ. അപ്പം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഏറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു ടേസ്റ്റാണ്. നമ്മൾ അച്ചാറിനൊക്കെ കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുവാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും നോക്കണം. ഞാൻ ഇവിടെ ഒരു 1.5 കിലോ മീൻ എടുത്തത് എനിക്ക് 2 ബോട്ടിലിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ പെട്ടെന്ന് തന്നെ നമ്മൾ അടച്ചു വെക്കരുത്. കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടച്ചു വെക്കാവൂ. നന്നായിട്ട് പിന്നെ നമ്മൾ എടുക്കുന്നതിൻ്റെ കൂട്ടിരിക്കും ഇത് പൂപ്പൽ വരുന്നതും വരാതിരിക്കുന്നതും ഒക്കെ. നമ്മൾ നനഞ്ഞ സ്പൂണൊന്നും വിടാതിരിക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ മോളുടെയും ബോട്ടിലാർട്ടൊക്കെ ഞാൻ ഇടയ്ക്ക് ഇടുന്നുണ്ട്. പിന്നെ അവളും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാത്തിനും ഓരോന്നൊക്കെ എടുത്തു തരാനും എല്ലാം ഞാൻ അവളെ കൂടെ വിളിക്കാറുണ്ട്. അപ്പം അവളും എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ കൂടെ കാണും. അപ്പം പെൺകുട്ടികളായ എല്ലാവരും അമ്മമാരെ കൂടെ സഹായിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ.